ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു കടയാണ് രവീന്ദ്ര ഹാർഡ്വെയർസ്. 1969 മുതൽ ആരംഭിച്ചിട്ടുള്ള ഈ കടയുടെ ചരിത്രങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഇവിടെ അവതരിപ്പിക്കാനുള്ളത്. ആ ചരിത്രങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. റാന്നി എന്ന് പറയുന്ന ദേശം, ഇവിടെ ഒരു പ്രത്യേകതയുള്ള റാ പോലെ നദി ഈ ഭൂമിയെ ചുറ്റി നിൽക്കുന്നത് കൊണ്ടാണ് റാന്നി എന്നുള്ള പ്രദേശമുണ്ടായതെന്നും അതല്ല മലനാടിൻ്റെ റാണിയായിട്ടുള്ള റാണിയാണ് റാന്നിയായി മാറിയതെന്നും രണ്ട് ഐതിഹ്യങ്ങളാണ് നിലനിൽക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട സംഭവത്തിൽ മന്ദിരപ്പടിക്ക് അടുത്തുള്ള ഒരു കടവിൽ നിന്ന് ആരംഭിക്കുന്ന ആ ഒരു റാന്നിയുടെ പമ്പാ നദി അത് തിരിച്ചു വന്ന് മാരാന്തോട്ടം കടവ് വന്ന് ഐക്കൽ വരെയുള്ള റാ പോലെ നിൽക്കുന്ന ഈ ഭൂമിയെ ചുറ്റി നിൽക്കുന്നത് കൊണ്ട് റാ എന്നുള്ള രീതിയിൽ റാന്നി എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത് എന്നും ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട്. നമ്മളിവിടെ പറയാൻ ആരംഭിച്ചത് ഈ പറയുന്ന അന്ന് ആരംഭിച്ചിട്ടുള്ള ഒരു ഹാർഡ്വെയർസിനെ സംബന്ധിച്ചാണ്. രവീന്ദ്ര ഹാർഡ്വെയർസ് അതിന്ന് ഒരു പ്രത്യേക ലെവലിലേക്ക് ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിലും 4ാം തലമുറയിലേക്ക് ഹാർഡ്വെയർസ് ഇന്ന് കടന്നു വന്ന ആ ഒരു ചരിത്രമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇന്നും വളരെ ഭംഗിയായ രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു പ്രസ്ഥാനമാണ് രവീന്ദ്ര ഹാർഡ്വെയർസ്. ആദ്യകാലത്ത് ഇരുമ്പ് കടയായിട്ട് റാന്നിയിൽ ആരംഭിച്ചു എന്നാണ് ഇതിൻ്റെ ചരിത്രത്തിൽ പറയുന്നത്. ഇന്ന് 4ാം തലമുറയിലേക്ക് ഇത് എത്തിപ്പെട്ടു എന്നുള്ളതാണ്. ഇന്നത് ആരംഭിച്ചിട്ടുള്ളത് അണ്ണാച്ചി എന്ന് നമ്മളിന്ന് നാട്ടിൽ അറിയപ്പെടുന്ന സദാനന്ദൻ പിള്ളയാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അച്ഛനും കൂടി ആരംഭിച്ചിട്ടുള്ള ഒരു കടയാണ് ഈ നമുക്കിന്നത് കാണാൻ പോകുന്നത്. അതിൻ്റെ ചരിത്രങ്ങളും റാന്നിയുടെ പഴയ ചരിത്രങ്ങളും ഒക്കെ നമുക്ക് ഇതിനകത്തൊന്ന് അറിയേണ്ടതായിട്ടുണ്ട്. അതും നമുക്ക് ഈ അവസരത്തിൽ നമുക്കറിയാൻ കഴിയും. എന്തായാലും റാന്നിയെ സംബന്ധിച്ച് റാന്നിയുടെ ടൗണിൽ തന്നെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലാകും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ചരിത്രമാണ് ഈ ഒരു വീഡിയോയിൽ കൂടി റാന്നിയുടെ മക്കൾക്ക് നമുക്ക് നൽകുവാനുള്ളത്. റാന്നിയുടെ ചരിത്രം എന്ന് പറയുമ്പോൾ അത് ദേശീയ തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ശബരിമല നിലനിൽക്കുന്നിടത്തോളം കാലം റാന്നിയുടെ ചരിത്രം കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ആ ചരിത്രങ്ങളാണ് ഇന്ന് നമുക്ക് ഇവിടെ നിന്ന് കുറച്ചെങ്കിലും മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആ സദാശിവം പിള്ളയിലേക്ക് തന്നെ നമുക്ക് എത്തിച്ചേരാം. അദ്ദേഹത്തിനോട് തന്നെ ചില കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 3 തലമുറ ഇന്നിവിടെ ഉണ്ട് എന്നുള്ളതാണ്. ആ 3 തലമുറയും നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയും. ഒരാൾ മാത്രമാണ്, ആദ്യം അച്ഛൻ മാത്രമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷമുള്ള കഥകൾ നമുക്കിതിൽ നിന്ന് അറിയാനായിട്ട് അടുത്ത രംഗത്തേക്ക് നമുക്ക് പോകാം. ഇവിടെ നിന്ന് ഈ ഹാർഡ്വെയർസ് ഉള്ളിലേക്ക് തന്നെ വളരെയധികം സ്ഥലമാണ് ഇതിനുള്ളത്. ഒരുപാട് സാധനങ്ങൾ ഇന്നും കാത്തു സൂക്ഷിക്കുന്ന, ഒരിക്കലും ലഭിക്കാത്ത ചില സാധനങ്ങളും ഈ ഹാർഡ്വെയർസിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇത്രയും വലിയ സംവിധാനമായിട്ടാണ് ഇന്നും വർഷങ്ങളായിട്ട് ഈ ഒരു സംഭവം നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് സ്ഥലം ഇതിനു വേണ്ടി ഉള്ളിൽ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ ചെറിയൊരു കടയാണെങ്കിലും അകത്ത് അതിവിശാലമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇതിനുള്ളത്. നമുക്ക് ഇതിൻ്റെ സ്ഥാപകനായിട്ടുള്ള അച്ഛനാണ് ഇത് ആരംഭിക്കുന്നത്, സദാശിവം പിള്ള എന്ന് പറയുന്ന അച്ഛൻ. അദ്ദേഹത്തിൻ്റെ പടവും ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ തുടക്കത്തിലുള്ള ഗോപാലപിള്ള എന്ന് പറയുന്ന അച്ഛൻ്റെ മകനാണ് ശിവാനന്ദൻ പിള്ള. അദ്ദേഹമാണ് നമുക്ക് ഇനിയിപ്പം നമ്മുടെ മുന്നിലുള്ളത്. റാന്നിയുടെ ഞാൻ ഈ പറഞ്ഞ പോണക്കുള്ള ഒരു ചരിത്രം റാന്നിക്കുണ്ട്. ആ ചരിത്രം കൂടി അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ഒന്നറിയാം. അപ്പോൾ അതറിയുന്നുണ്ടെങ്കിൽ നമുക്ക് റാന്നി എന്താണ് എന്നറിയാൻ കഴിയും. ഇവിടെ ഒരു കട ആരംഭിച്ചപ്പോൾ തൊട്ടുള്ള ആ കഥകളും നമുക്കിവിടെ ഇത് നമുക്ക് ഭംഗിയായ രീതി, കാരണം റാന്നിയുടെ മക്കൾക്ക് ഇത് അറിയാൻ കഴിയണം. അങ്ങനെയുള്ള ഒരു ചരിത്രമായിട്ട് തന്നെയാണ് ഇതിനെ ഈ രീതിയിൽ ഇന്ന് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. അപ്പോൾ ആ ഒരു റാന്നിയുടെ ചരിത്രത്തിലേക്കാണ് പോകുന്നത്. ആ ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിനോട് മറുപടി കൂടി നമുക്കൊന്ന് കേൾക്കാം. അതിനുവേണ്ടിയാണ് അടുത്ത നമ്മൾ കാത്തിരിക്കുന്നത്. എൻ്റെ മുന്നിലിരിക്കുന്നതാണ് ശിവാനന്ദൻ പിള്ള. അദ്ദേഹം ഈ കട ആരംഭിച്ചത്, രവീന്ദ്ര എന്നുള്ള പേരാണ് ഇതിന് ആദ്യമേ കിട്ടിയത്. അപ്പോൾ അതും നമുക്കറിയണം, എന്തുകൊണ്ടാണ് രവീന്ദ്ര എന്നുള്ള പേര് വന്നത്, ഏത് വർഷമാണ് ഇത് ആരംഭിച്ചത്, അച്ഛനും മകനും കൂടിയാണ് ആരംഭിച്ചതെന്നും പറഞ്ഞു. ആ ചരിത്രത്തിലേക്കാണ്. അപ്പോൾ ചേട്ടാ, ഈ രവീന്ദ്ര എന്നുള്ള പേര് ആദ്യം ഇത് വരാനുള്ള കാരണം ഒന്ന്? എൻ്റെ മൂത്ത സഹോദരൻ്റെ പേരാണ് രവീന്ദ്രൻ പിള്ള.
ഈ റാന്നിയിൽ അപ്പം ശരിക്കും പറഞ്ഞാൽ ശബരിമലയുടെ കച്ചവടമല്ല ഇവിടുന്ന് റാന്നിയിൽ നിന്ന് പോയത് ഈ നാടിനെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ് എന്ന് നമുക്കിപ്പം തോന്നുന്നുണ്ട്. പക്ഷേ റാന്നിയിൽ 2 ടൗണുകളുണ്ട്, പഴവങ്ങാടിയുണ്ട്, അങ്ങാടിയുണ്ട്, റാന്നിയുണ്ട്. ഇതിനെ സംബന്ധിച്ച് നേരത്തെ ഉള്ള ആ ഒരു സ്ഥിതി എന്തായിരുന്നു? പഴവങ്ങാടി, അങ്ങാടി, റാന്നി, ഇതിലെ ഏതായിരുന്നു ആദ്യത്തെ കാലത്തുണ്ടായിരുന്നത്? അതുകൂടെ ഒന്ന് സമർത്ഥിക്കൂ. റാന്നി എന്ന് പറയുന്ന സ്ഥലമാണ് പ്രധാനമായിട്ടും ഉള്ളത്. കാരണം ഗവൺമെൻറ് വക സ്ഥലങ്ങളും ഫോറസ്റ്റ് സ്ഥലങ്ങളും പോലീസ് സ്റ്റേഷനും സ്കൂളും ആശുപത്രിയും മറ്റെല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും റാന്നിയിലാണുള്ളത്. ഗവൺമെൻറ് വക സ്ഥലങ്ങൾ തന്നെയാണ്, സർക്കാർ വക ഭൂമിയിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. ഫോറസ്റ്റും PWD ഓഫീസും പോലീസ് സ്റ്റേഷനും ആശുപത്രിയും അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലം റാന്നിയാണ്. പിന്നെ ബിസിനസ് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് പ്രൈവറ്റ് സ്റ്റാൻഡും ഒക്കെ അങ്ങോട്ടായി, ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് അങ്ങോട്ടായി, ഇങ്ങനെയൊക്കെ മാറിപ്പോയെങ്കിലും ഇപ്പോഴും പൊതുജനങ്ങൾ കൂടുതലും ആശ്രയിക്കുന്നത് റാന്നി വന്നാലേ ഇവിടെ മിനി സിവിൽ സ്റ്റേഷനാണെങ്കിലും എല്ലാം വന്നിരിക്കുന്നത് ഇവിടെ. അതുകൊണ്ട് ഇവിടെ വന്നാലേ ഇതെല്ലാം നടക്കത്തുള്ളൂ. അവർക്ക് ജനങ്ങൾക്ക് അവരവരുടെ കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ ഇവിടെ റാന്നി വന്നേ പറ്റൂ. ഈ ആശുപത്രി ഉൾപ്പെടെ പഴയ ആശുപത്രി, റാന്നി പഞ്ചായത്ത്, അതിൻ്റെ ബിൽഡിങ്, അതിൻ്റെ സ്ഥലങ്ങൾ, ഈ വക സാധനങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാൻ? റാന്നിയിലെ ആദ്യം ഹെൽത്ത് സെൻ്ററായിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. അന്ന് മുണ്ടുകോട്ടയ്ക്കൽ കുടുംബത്തിൽ നിന്ന് അവരുടെ കൊടുത്ത സ്ഥലത്താണ് ഈ ആശുപത്രി തുടങ്ങിയത്. അത് കഴിഞ്ഞ് അത് വിപുലീകരിച്ച് ഓരോ ചെറിയ ചെറിയ ഡെവലപ്മെൻറ്റ്സൊക്കെ വന്നു. പിന്നെ MC ചെറിയാൻ്റെ മരണശേഷം MC ചെറിയാൻ്റെ പേരിൽ പഴയ MLA എന്ന മൂഴിക്കൽ ചെറിയാൻ്റെ പേരിൽ ഹോസ്പിറ്റലിൽ ഹെൽത്ത് സെൻ്ററാക്കി പിന്നെ ഇതാക്കി വളർത്തിയെടുത്താണ്. അത് കഴിഞ്ഞ് പഞ്ചായത്ത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പഞ്ചായത്ത് അതിൻ്റെ മുമ്പിൽ കിടന്ന സ്ഥലമെല്ലാം വിലയ്ക്ക് മേടിച്ച് അവിടെ വലിയ കെട്ടിടങ്ങൾ പണിതുകൊണ്ടിരിക്കുക. അതിൻ്റെ ചുറ്റോട് ഇപ്പോൾ ധാരാളം സ്ഥലങ്ങളും എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു വലിയ ഹോസ്പിറ്റലാക്കി മാറ്റാനുള്ള എല്ലാ സംരംഭങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പം വളരെ പ്രൈവറ്റ് ആശുപത്രിയേക്കാളും ജനങ്ങൾ ആശ്രയിക്കുന്ന ഈ ആശുപത്രിയാണ്. പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള ആ ഒരു സ്ഥിതി കൂടെ ഒന്ന്. പഞ്ചായത്ത് ഇതിനകത്ത് നല്ല സപ്പോർട്ട്, അവർക്കും ചില പവേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ ഗവൺമെൻറ്. ഈ ആശുപത്രികൾ ബ്ലോക്ക് പഞ്ചായത്തൊക്കെയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ്സിനുള്ള ഫണ്ട്സ് അലോട്ട് ചെയ്യുന്നതൊക്കെ, അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇവിടെ MLA ആയിരുന്ന രാജു എബ്രഹാം, ഇവരെല്ലാം നല്ല കാര്യമായിട്ട് തന്നെ ഈ ആശുപത്രിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇവിടുത്തെ ജനങ്ങൾക്ക് അത് വളരെ പ്രയോജനപ്പെടുന്നുമുണ്ട്. ഈ റാന്നിയുടെ വികസനത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം സംഭവിച്ച ഏത് കാലഘട്ടമാണ്? അത് കരുണാകരൻ്റെ മന്ത്രിസഭയുടെ കാലത്താണ് ഇവിടെ റാന്നിക്ക് പുരോഗതി വന്നത്. കാരണം അന്ന് കോൺഗ്രസ്സുകാരാണ് കൂടുതലും റാന്നിയിലുണ്ടായിരുന്നത്. പനവേൽ സണ്ണി, പുള്ളിയുടെ ഭാര്യ എലിസബത്ത് സണ്ണി, പിന്നെ മൂഴിക്കൽ ചെറിയാൻ, ഇങ്ങനെ തൊട്ട് വരുന്ന കോൺഗ്രസ് MLA പോയി അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ നമുക്ക് റാന്നിക്ക് വേണ്ടി ചെയ്യും. എന്നാലും വേണ്ട ഈ പറയുന്ന പോലുള്ള വലിയ ഡെവലപ്മെൻറ്റ്സ് ഒന്നും റാന്നിക്ക് കിട്ടിയിട്ടില്ല. മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ ഇവിടെ പ്രകൃതിദത്തമായ ഉള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും മാത്രമേ ഇപ്പോഴും ഉള്ളൂ. ഈ 3 പഞ്ചായത്തുകൾ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും വൈഷമ്യം പറയാനുണ്ടോ? വലുതായിട്ടുണ്ട്. ഒരു മുനിസിപ്പാലിറ്റി ആകാനുള്ള എല്ലാ യോഗ്യതയുള്ളൊരു സ്ഥലമാണ് റാന്നി. പക്ഷേ ഈ 3 പഞ്ചായത്തുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചിഹ്നഭിന്നം കിടക്കുന്നതുകൊണ്ട് ഒരു കാര്യങ്ങളും വലുതായിട്ട് നടക്കുന്നത്, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുമെന്നല്ലാതെ ഇവിടുത്തെ മെയിനായിട്ടുള്ള എന്തെങ്കിലും ഒന്ന്. ഇവിടെ ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ പെരുമ്പഴ സ്റ്റാൻഡിൽ ITIയുടെ ഒരു കോളേജ് കിടപ്പുണ്ട്, ഗവൺമെൻറ്റിൻ്റെ. അതിന് സ്ഥലം വാട്ടർ ഇവരുടെ ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 2 ഏക്കർ സ്ഥലം ഉദിമൂട് മേടിച്ചിട്ടിട്ട് വർഷങ്ങളാകുന്നു. രാജീവ്ബ്രൊക്കെ ആദ്യം ഉള്ള കാലം തൊട്ട് മേടിച്ചിട്ട് ഇതുവരെ അവിടെ ഒരു പണി തുടങ്ങാനോ അല്ലെങ്കിൽ അതിന് വേണ്ട എന്തെങ്കിലും ചെയ്യാനോ ആരും ശ്രമിക്കുന്നില്ല. റാന്നിയിൽ ഉണ്ടായിരുന്ന പ്രധാന സംഭവം ഈ വള്ളം കടത്തിന്റെ കഥയെല്ലാം ചേട്ടൻ പറഞ്ഞു. പക്ഷേ ഈ വള്ളക്കടത്തുമൊക്കെ വന്നതിന് ശേഷമാണ് പാലം വന്നത്. അപ്പം ആ പാലവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് നേട്ടമുണ്ട് കോട്ടമുണ്ട്. പാലം പോയതൊരു കോട്ടവുമാകാം അല്ലേ? പാലം പിന്നെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടികൾ ലോറികളായി മറ്റേ വാനുകളായി അങ്ങനെയുള്ള ഇതായി വള്ളം സർവീസ് അങ്ങ് നിന്നുപോയി, ഒട്ടുമില്ലാതായി. മറ്റേത് റാന്നിയിലെ ആളുകൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഈ വള്ളം കടത്തും ഈ ആറ്റിക്കൂടുള്ള ഈ തടി കൂപ്പിലേലം പിടിച്ചിട്ട് കൂപ്പിൽ നിന്ന് തടി കൊണ്ടുപോകുന്നതെല്ലാം ഈ ആറ്റിക്കൂടാ. ഇപ്പം അതൊന്നുമില്ല. അത് ഫോറസ്റ്റിൽ കൂപ്പ് പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം പോകേണ്ട കടത്തിക്കൂടാ. ഇപ്പം അതില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ എല്ലാം ലോറിയിലങ്ങ് പോവുക. പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടുത്തെ പാലം പൊളിഞ്ഞു വീണതും പിന്നെ PA ജോസഫ് മന്ത്രിയായിരുന്നപ്പോൾ PA ജോസഫ് മന്ത്രിയായിരുന്നപ്പോൾ ഇവിടെ പുതിയ പാലം പണിത് തന്നു.
ആട്ടെ, ഇപ്പം നമ്മൾ കടയിലാണ് ആരംഭിച്ചത്. ആ കടയിൽ ആരംഭിച്ചപ്പോൾ ഇപ്പോൾ നമ്മൾ 4ാം തലമുറയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ആ 4 തലമുറ എങ്ങനെയൊക്കെയാണ് വന്ന് ആരുടെ കയ്യിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചേട്ടന് സമാധാനത്തോടു കൂടി ഇരിക്കുന്നു? പക്ഷെ അത് തുടങ്ങിയ സംരംഭം അത് നന്നായി വിജയിച്ചു എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനെ സംബന്ധിച്ചുകൂടെ ഒന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. അതെ, വളരെ ചെറിയ രീതിയിലാണ് നമ്മൾ ആരംഭിച്ചത്. പക്ഷേ കടയുടെ അന്നത്തെ ആളുകളുടെ സഹകരണവും അന്ന് റാന്നി ഡെവലപ്മെൻറ്റ് തുടങ്ങിയ ഒരു സമയമായിരുന്നു നമ്മൾ ഈ കട തുടങ്ങുന്നത്. പ്രവാസികളുണ്ടായി തുടങ്ങിയ കാലം, അതായത് ഇവിടുത്തെ കുട്ടികളെ പുറത്ത് പോയി പൈസ അയച്ച് ഇവിടെ ഓരോ പുരോഗമനങ്ങൾ വരാൻ തുടങ്ങിയ സമയത്താണ് നമ്മുടെ കട തുടങ്ങുന്നത്. അതിൻ്റെതായ ഒരു പ്രത്യേകത നമ്മുടെ കടയ്ക്കും കിട്ടി. ഓരോരോ സാധനങ്ങൾ ചിലവാക്കാനും പുതിയ പുതിയ സാധനങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കാനും എല്ലാം കഴിഞ്ഞു. കൂടാതെ പ്രത്യേകമായിട്ട് റബ്ബർ നമ്മളുടെ ബിസിനസ്സിനെ പുരോഗമിക്കുന്നതിന് വേണ്ടി ഒരു നല്ല ഒരു സഹായം കിട്ടിയതാണ്. റബ്ബറിൻ്റെ ഇവിടെ മലയാളം പ്ലാന്റേഷനുണ്ട് പെരുന്നാട്ടിലെ, അങ്ങനെ വലിയ വലിയ എസ്റ്റേറ്റ്, ചെറുവള്ളി എസ്റ്റേറ്റ്, ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് എസ്റ്റേറ്റുകളുണ്ട്. അതിൻ്റെ എല്ലാം പ്രയോജനങ്ങൾ നമുക്കും കിട്ടി. റബ്ബർ വ്യാപാരികൾ ധാരാളമുണ്ട്. അവർ മുഖാന്തരമുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് പിന്നെ മേടിക്കാനും കൊടുക്കാനും കച്ചവടക്കാർ ഒരുപാട് വന്നു. വലുതായിട്ടുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ റാന്നിക്ക് ഇന്നിപ്പോൾ തന്നെ ഒരു പുരോഗതിയുടെ ഒരു നല്ല കാലഘട്ടമായിരുന്നത്. ഞങ്ങൾക്ക് നല്ലപോലെ കിട്ടി. കൂടാതെ ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം ഞങ്ങളോടൊരു പ്രത്യേക സ്നേഹവും സന്തോഷവും. ഇവിടെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, ഞങ്ങളെല്ലാ വീട്ടുകാരുമായിട്ടും നല്ല ബന്ധമാണ്, എടുത്തു പറയാവുന്ന ബന്ധങ്ങളുണ്ട്. അല്ല, അപ്പോൾ അതുകൊണ്ട് പിന്നെ കച്ചവടത്തിനെ സംബന്ധിച്ച് സന്തോഷകരമായിട്ട് ഇപ്പോൾ ഒരു 4ാം തലമുറയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതെ, എൻ്റെ അച്ഛനാണ് ഈ കട തുടങ്ങാനായിട്ട് സഹായിക്കുന്നത്. അച്ഛൻ അവിടെ കോട്ടയത്തെ കടയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അങ്ങനെ അച്ഛൻ എന്നെ സഹായിച്ചത്. അച്ഛൻ അന്നേരം അവിടെ ജോലി ചെയ്തുകൊണ്ടും ഇരുന്നു. എന്നെ ഏൽപ്പിച്ചു. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഈ കച്ചവടം ചെയ്തു. ജനങ്ങളൊക്കെ ആയിട്ട് വളരെ നല്ല സഹകരണവും നല്ല ജനങ്ങൾക്ക് എന്നോട് സഹകരണവും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ നടത്തിക്കൊണ്ടുപോയി. അത് കഴിഞ്ഞ് എൻ്റെ മകൻ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് മലയാള മനോരമയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് പ്രായമായി വരുന്നത് കണ്ടപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നീയും കൂടെ സഹായത്തിനില്ലെങ്കിൽ ഇത് വലിയ ബുദ്ധിമുട്ടാണ്, അത് വേണമെങ്കിൽ അങ്ങ് ഏൽപ്പിക്കാം കച്ചവടം. അന്നേരം അവൻ സമ്മതം പറഞ്ഞുകൊണ്ട് അവനെ ഞാനങ്ങ് ഏൽപ്പിച്ചു. ഇപ്പം ആ ആളിന്റെ മകളായി. ആ ആളിന്റെ മകനും മകളും ഉണ്ട് ഇപ്പം കടയില്. അപ്പൊ 4ാം തലമുറയിലേക്ക് തലമുറയായി. അപ്പോൾ എന്തായാലും റാന്നിയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നൂറ്റാണ്ടുകൾ എന്ന് പറയുന്ന രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകുന്ന പല സ്ഥാപനങ്ങളും നമുക്കിന്നറിയാം. അതുപോലെ തന്നെ രവീന്ദ്ര ഹാർഡ്വെയർസിനും അതേ രീതിയിൽ തന്നെ തലമുറകൾ കൈമാറി വന്നുകൊണ്ട് ഈ ഒരു സംരംഭത്തെ വിജയിപ്പിക്കുവാനായിട്ട് പുതിയ തലമുറയും അതിനുവേണ്ടി ജോലിയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ആ ഒരു സേവനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ റാന്നിയുടെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ സേവനം നൽകുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറുവാൻ നമ്മൾ ഇരിക്കുന്ന സമയത്ത്, ആരോഗ്യമായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതെല്ലാം കണ്ടുകൊണ്ട് ഈ ഒരു സന്തോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് പോകുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമാണ് ഉള്ളത് എന്നുള്ളതാണ് പ്രതീക്ഷ. എന്തായാലും റാന്നിക്കാരോട് ചേട്ടൻ എന്താണ് ലാസ്റ്റിൽ ഒന്ന് പറയാനുള്ളത്? അതുകൂടെ ഒന്ന് പറഞ്ഞ് നമുക്ക് തൽക്കാലം നിർത്താം. റാന്നിയിലുള്ള ഓരോ ജനങ്ങളോടും എനിക്ക് ആത്മാർത്ഥമായ സ്നേഹവും സന്തോഷമുണ്ട്. കാരണം എന്നെ ഞാനാക്കിയത് ഈ റാന്നിയിലുള്ള ജനങ്ങളും ഇവിടുത്തെ ആളുകളുമാണ്. അതൊരിക്കലും ഞാൻ മറക്കില്ല. ഞാൻ എന്നും എൻ്റെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. എന്നെ ഇത്രയും ഈ ദൈവസഹായത്താൽ വളരെയധികം സുഭിക്ഷമായിട്ട് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കി തന്നത് റാന്നിയിലെ ജനങ്ങളും അവരുടെ സഹകരണമാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് എന്നെ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴും അത് തന്നെയാണെന്ന് എൻ്റെ വിശ്വാസം. കാരണം ഇപ്പോഴും എൻ്റെ ഇത് പറഞ്ഞപ്പം തന്നെ ഓരോരുത്തരും വിളിച്ച അഭിനന്ദനങ്ങളും സന്തോഷങ്ങളും പൊന്നാടി അത് ഇതൊക്കെ തരിക. ഞാനിതിനൊന്നും അറിയിക്കുന്നുണ്ടോയെന്ന് എനിക്ക് തന്നെ സംശയമാണ്. ഞാൻ എൻ്റെ ജോലി ചെയ്തു എന്നല്ലാതെ അവരൊക്കെ ഇപ്പോഴും രൂപ തന്ന സാധനങ്ങൾ മേടിച്ചിട്ടുള്ളവർ ഇപ്പോഴും എന്നെ വിളിച്ച് എന്നെ സന്തോഷിപ്പിക്കുന്നതിൻ്റെ എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണെന്ന്. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നെ ഇത്രയാക്കി തന്ന എല്ലാവരോടും എനിക്ക് എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഞാൻ സ്നേഹമുള്ളവനായിരിക്കും. ഓക്കെ, ഞങ്ങൾ റാന്നികൾക്ക് വേണ്ടി മീഡിയ ട്രാവൻകൂർ വോയിസിൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അതുപോലെ തന്നെ 80 വയസ്സ് തികഞ്ഞു എന്നറിഞ്ഞു. ആയുസ്സും ആരോഗ്യവും എല്ലാം ഈ അവസരത്തിൽ ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഇവിടെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി രവീന്ദ്ര ഹാർഡ്വെയർസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഇത് ഫോളോ ചെയ്യാനായിട്ടും ശ്രമിക്കണം. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ റാന്നിയുടെയും മറ്റ് ദേശത്തിൻ്റെയും എല്ലാ കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്കറിയാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം.